ഭാഗമായത് കൊണ്ടാണ്. അതിന്റെ ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ്. ഇതുപോലെ ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ, ഞാൻ ആവർത്തിക്കാണ്, ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ, മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഒരു പൊതു ചിഹ്നമാണ് മാർത്തോമ സ്ലീവ. മാർത്തോമ സ്ലീവ ഭാരത സുറിയാനി ക്രൈസ്തവരുടെ പൊതു ചിഹ്നമാണ്. ദേശീയ പതാക ഭാരതത്തിന്റെ ഒരു പൊതു ചിഹ്നമായിരിക്കുന്നത് പോലെ ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ, മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൊതു ചിഹ്നമാണ് ഈ മാർത്തോമ സ്ലീവ. അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. ഇപ്പൊ ഈ സഭയില് ഒരു തരം കുരിശല്ല ഉള്ളത്. ഈ ലത്തീൻ സഭയിൽ കാണുന്ന കുരിശ് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഒരുപാട് തരത്തിലുള്ള കുരിശുണ്ട്. 400ഓളം തരത്തിലുള്ള കുരിശുകൾ സഭയിലുണ്ടെന്നാണ് ഒരു പഠനം. ഞാൻ എന്റെ മേശപ്പുറത്തിരിക്കുന്ന ഒന്ന് രണ്ട് കുരിശുകൾ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ ഫ്രാൻസിസ്കൻ കുരിശ്. ഇത് വേറൊരാൾ തന്ന ഒരു കുരിശാണ്. ഇതൊക്കെ കുരിശ് തന്നെയാണ്. അപ്പോ നിങ്ങൾ സന്യാസ സമൂഹങ്ങൾ നോക്കുക. ഇപ്പൊ കർമ്മലിത സന്യാസ സമൂഹം, അല്ലെങ്കിൽ ക്ലാര സന്യാസ സമൂഹം, അല്ലെങ്കിൽ ഏത് സന്യാസ സമൂഹം നോക്കിയാലും അവർക്ക് അവരുടെ ദൈവശാസ്ത്രം, അവരുടെ ചരിത്രമൊക്കെ ഉൾക്കൊള്ളിക്കുന്ന കുരിശ് രൂപങ്ങളുണ്ട്. അപ്പൊ ഓരോ സഭയ്ക്കും കർത്താവ് മരിച്ച കുരിശ് എങ്ങനെയാണെന്ന് കൃത്യം കണ്ടെത്താൻ പറ്റുമോ? ഈ വിശുദ്ധ അന്ത്രയോസ് മരിച്ച കുരിശ് ഇങ്ങനെ എക്സ് ആകൃതിയിലാണ്. സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നാ പറയുക. യേശുവിനെ കുരിശിലേറ്റിയ സ്ഥലത്ത് ഇല്ലേ, ഇങ്ങനെ അത് വധസ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഈ കുരിശിന്റെ ഇങ്ങനെ നാട്ടിയിരിക്കുകയാണ്. തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന ഈ ക്രോസ് ബീമാണ് കൊണ്ടുപോയതെന്ന് പറയണു. ഇതൊന്നും കാറ്റഗോറിക്കലായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത്രമാത്രം രേഖകളും തെളിവുകളും ഉണ്ട്. പക്ഷെ അതിന്റെ വളരെയധികം വിശദാംശങ്ങൾ അത് നമ്മുടെ രക്ഷയ്ക്ക് അതൊന്നും പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ട് അത് എഴുതിയിട്ടില്ല. എന്നാൽ കുരിശിന് മുകളിൽ ഇങ്ങനെ INRI തൂക്കിയിട്ടിരുന്നു. അപ്പൊ നമുക്ക് ബൈബിളിൽ നിന്ന് ഏകദേശം നമുക്ക് കണ്ടെത്താവുന്ന രൂപത്തിലാണ് കുരിശ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് പല ദൈവശാസ്ത്രങ്ങൾ വരണം. ഇനി ആദ്യം തന്നെ കുരിശ് എന്ത് എന്ന് ഞാൻ പറയട്ടെ. കുരിശ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് ലീഹായെ തലവെട്ടി കൊല്ലുകയായിരുന്നു. പത്രോസ് ലീഹായെ കുരിശിൽ തല കീഴായി കൊല്ലുകയായിരുന്നു. തോമസ് ലീഹായെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. യേശു മരിച്ചാൽ മതിയായിരുന്നോ? പൗലോസ് ലീഹ മരിച്ചതുപോലെ ഇങ്ങനെ ആരും തലവെട്ടി കൊന്നാൽ മതിയായിരുന്നോ യേശുവിനെ? അല്ലെങ്കിൽ എസ്തപ്പാനസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. അങ്ങനെ എസ്തപ്പാനസിനെ കൊന്നതുപോലെ യേശുവിനെ കല്ലെറിഞ്ഞ് കൊന്നാൽ മതിയായിരുന്നോ? കല്ലെറിഞ്ഞ് കൊല്ലലാണ് യഹൂദന്മാരുടെ വധശിക്ഷ. യേശു യഹൂദനായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുരിശ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? ചിലര് പറഞ്ഞത് ഈ കുരിശ് പ്രധാനപ്പെട്ടതല്ല, സ്ലീവ പ്രധാനപ്പെട്ടതല്ല എന്നൊക്കെ പറയുന്നത്. പ്രധാനപ്പെട്ടതാണ്. 2 തിരുവചനങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കും. 3 തിരുവചനങ്ങൾ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 14-ാം വാക്യം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണ്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഒരു പോളില്, ഇങ്ങനെ ഒരു വടിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടണം. എന്നിട്ട് യോഹന്നാൻ 18:32 പറയാണ്, ഈ യേശുവിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അവര് ചർച്ച ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുപോയി വധശിക്ഷ നടപ്പാക്കിക്കോ എന്ന് പീലാത്തോസ് പറയുമ്പോൾ യഹൂദന്മാര് പറയാണ്, അതിന് വധശിക്ഷ കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടോ? അവിടെ യോഹന്നാൻ ഒരു കമന്റ് എഴുതിയിരിക്കുകയാണ്. ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് കൈവരിക്കാൻ പോകുന്നത് എന്ന് യേശു പറഞ്ഞ തിരുവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത്. അതായത് യഹൂദന്മാരുടെ വധശിക്ഷ പോലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയല്ല യേശുവിന് സംഭവിക്കുക. കുരിശിൽ ഉയർത്തപ്പെടുക തന്നെ വേണം. കുരിശിൽ ഉയർത്തപ്പെടുക തന്നെ വേണം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഒരു കോലിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടണം. ഇത് യേശുവിന്റെ തീരുമാനമാണ്. അതിന്റെ കാരണമുണ്ട്. ആ കാരണം പത്രോസിന് 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 24-ാം വാക്യത്തിൽ ഒന്നുകൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിൽ കയറി. ചില തർജ്ജമയിൽ കുരിശിൽ കയറിയെന്നാണ്.
പക്ഷേ പത്രോസ് ഉപയോഗിച്ച വാക്ക് ക്സീലോൺ എന്നാണ്. ക്സീലോൺ. ഡെൻഡ്രോൺ എന്നൊരു വാക്കുണ്ട് ഗ്രീക്കില്, അതിന് വൃക്ഷം എന്നർത്ഥം. ക്സിയൂൽ എന്ന വാക്കിന് മരം അല്ലെങ്കിൽ തടി എന്നർത്ഥം, ചത്ത തടി. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കുക. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിൽ കയറി. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഈ കുരിശ് ഇങ്ങനെ ലംബനയുള്ള ആ തടി, അത് ഇല്ലേ, ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ വടക്ക് തെക്ക് കുറുകനെയുള്ള തടി, പടിഞ്ഞാറ് കിഴക്ക്, 4 ദിശകളിലേക്കും. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ. പിന്നെ യേശുക്രിസ്തുവാണ് കുരിശിൽ കിടക്കണേ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൈകൾ നിർത്തിയാൽ ഏതാണ്ട് കുരിശ് പോലെയല്ലേ. നിക്കോസ് കസന്തസാക്കിസ് അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ കൈകൾ വിരിച്ചാൽ കുരിശായിരിക്കും. അപ്പോൾ ഈ കുരിശിന് 4 ഡയമെൻഷൻ ഉണ്ട്. സവിശേഷമായി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ഗോവണി പോലെയാണത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുക എന്നുള്ളതാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. പാപമോചനം അതിന്റെ ആദ്യത്തെ ഘട്ടം മാത്രമാണ്, അല്ലേ. അവൻ ഒന്നാമത് വന്നു, അവന്റെ ആദ്യത്തെ ആഗമനം അത് പാപത്തെ കൈകാര്യം ചെയ്യാൻ. അവൻ വീണ്ടും വരും, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരണം. അപ്പോൾ ആദ്യത്തെ ആഗമനം പാപത്തെ കൈകാര്യം ചെയ്യാനാ. രണ്ടാമത്തെ ആഗമനമാണ് രക്ഷയെ കൈകാര്യം ചെയ്യാൻ. ഇത് ഹെബ്രായ ലേഖനം 9:28 ഞാൻ ഒന്നുകൂടി പറയാ. അവൻ വന്നു, പാപത്തെ കൈകാര്യം ചെയ്തു. അവൻ വീണ്ടും വരും, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഈ നമ്മൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് എന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയല്ല. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടായ്മ. രക്ഷ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു നിമിഷത്തിൽ മാത്രം നടക്കുന്നതല്ല. ഒരു നിമിഷത്തിൽ തുടങ്ങും, പിന്നെ അത് പ്രോസസ്സാണ്. അങ്ങനെയെങ്കിൽ ഈ കുരിശുമരണം എന്ന് പറയുന്ന അത് ഈ തടിയിൽ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് തുല്യമാണ്. യേശു കുരിശിലേക്ക് ഉയർത്തപ്പോൾ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ മരത്തിലേക്ക് കയറി. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് കയറി. നമ്മുടെ പാപങ്ങൾ കുരിശിൽ വെച്ച് കത്തിച്ച് കളഞ്ഞ്, അല്ലേ, അവന്റെ ബലിയോടുകൂടി കത്തിച്ച് കളഞ്ഞ് നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. ഇതിനെയാണ് പൗരോഹിത്യം എന്ന് പറയണേ. പുരോഹിതന്മാർ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവില് ഈ ചിലര് വിചാരിക്കുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ 100,000 പുരോഹിതന്മാരുണ്ടെന്നാണ്. ഇല്ല. കത്തോലിക്ക സഭയിൽ ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ഒരൊറ്റ പുരോഹിതൻ. കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത പൗരോഹിത്യമുള്ള ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. നമ്മൾ വൈദികർ പുരോഹിതന്മാരെന്ന് വിളിക്കുന്നവര് ശരിക്കും പുരോഹിതന്മാരല്ല. അവര് ഈ ഏക പുരോഹിതന്റെ ശുശ്രൂഷകരാണ്, മിനിസ്റ്റേഴ്സ്. അതുകൊണ്ട് എന്നെ വിളിക്കുന്നത് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ്. മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്, ശുശ്രൂഷ പൗരോഹിത്യം. യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഉച്ചരിച്ച് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിന്റെ വരവും, ഇത് അവന്റെ വാക്കുകൾ അവന് വേണ്ടി ഉച്ചരിക്കാൻ എന്നെ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് അഭിഷേകം. അപ്പോൾ ഒറ്റ പുരോഹിതനേ ഉള്ളൂ. അവന്റെ പൗരത്വം കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല. ഒരൊറ്റ പുരോഹിതൻ മതി. ആ പുരോഹിതൻ ശുശ്രൂഷകരെ നിയമിച്ചിട്ടുണ്ട്. ശുശ്രൂഷകരെ, മിനിസ്റ്റേഴ്സ്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം ഞാൻ പറയണേ. അപ്പൊ നമ്മളൊക്കെ ഈ പുരോഹിതന്മാർ പറയുന്നത് മിനിസ്റ്റേഴ്സ് ആണ്. ഏക പുരോഹിതന്റെ മിനിസ്റ്റേഴ്സ്. അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുകയല്ല. അവന്റെ പൗരോഹിത്യം അവന് വേണ്ടി നിർവഹിക്കാൻ അവൻ ശുശ്രൂഷകരെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവന്റെ പൗരോഹിത്യത്തിലേക്ക് ഉൾച്ചേർത്തിയിരിക്കുകയാണ്. കൈമാറ്റം ചെയ്യല്ല, ഉൾച്ചേർത്തുകയാണ്. ഇത് തിരുവചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാതെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കണേ. പഠിക്കാൻ അവർ തയ്യാറല്ലല്ലോ. പോട്ടെ, ഞാനിങ്ങനെ ഡൈഗ്രഷൻസ് പറയുന്നത് പലരും കമന്റുകളുമായിട്ട് വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നതാണിത്. നമ്മുടെ ഓരോ വീഡിയോസും അതിനു മുമ്പുള്ളതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കൂടിയാണ്. നിങ്ങൾ ഈ കമന്റുകൾക്കുള്ള ഉത്തരം കൂടിയാണ് ഞാൻ നൽകുന്നത്. ചുരുക്കത്തിൽ കുരിശുമരണം, യേശു കുരിശിൽ തന്നെ മരിക്കണമായിരുന്നു. കഴുത്ത് വെട്ടി കൊല്ലുകയോ കല്ലെറിഞ്ഞ് കൊല്ലുകയോ കുന്തം കൊണ്ട് കുത്തി അതൊന്നും പറ്റില്ല. കാരണം എന്താണ്? അതിനൊന്നും ഈ പറഞ്ഞ ഡയമെൻഷൻസ് ഇല്ല. സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഡയമെൻഷൻ ഇല്ല. ലോകത്ത് മുഴുവൻ ആലിംഗനം ചെയ്യുന്ന ഡയമെൻഷൻ ഇല്ല. അപ്പൊ വെറുതെ അങ്ങ് മരിച്ചാൽ പോരായിരുന്നു യേശു. അവന്റെ മരണം പ്രതീകമാണ്, യാഥാർത്ഥ്യമാണ്, പ്രതീകമാണ്, രണ്ടുമാണ്. യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമാണ്.
അവന്റെ മരണത്തിന്റെ പ്രതീകാത്മകത അവതരിപ്പിക്കുന്നതാണ് ഈ സ്ലീവ എന്ന് പറയണേ. അതുകൊണ്ട് തന്നെ സ്ലീവ വളരെ പ്രധാനപ്പെട്ടതാ. അത് ഈ മരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല, രക്ഷയുടെ പ്രതീകാത്മകത സജീവമായിട്ട് നിലനിർത്തുന്ന ഒരു ചിഹ്നം കൂടിയാണ്. അതുകൊണ്ട് ആണ് അവൻ ഏത് വിധം മരിക്കണമെന്ന് പോലും ദൈവം തന്നെ നിശ്ചയിച്ചത്. തീർച്ചയായിട്ടും അവനെ കൊന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആരും അത് എന്നിൽ പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ്. അങ്ങനെ സ്വയമേവ സമർപ്പിച്ചത് കൊണ്ട്, സ്നേഹത്തോടുകൂടി സമർപ്പിച്ചത് കൊണ്ടാണ് അക്രമത്തിന്റെ പ്രവൃത്തി, ആ കുരിശ് സ്നേഹത്തിന്റെ പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ടതും നമ്മുടെ അക്രമത്തെ തന്നെ അവൻ അക്രമത്തിന്റെ അവസാനത്തെ മട്ടുവരെ യേശു തന്നെ കുടിച്ച് അക്രമത്തെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തി. ഇതാണ് കുരിശ്. മനുഷ്യന്റെ അക്രമത്തെ അവന്റെ സ്നേഹം കൊണ്ട് സ്വയമേവ ആ അക്രമത്തിന് വിധേയപ്പെട്ട് ആ അക്രമത്തെ അവൻ അതിന്റെ മട്ടുവരെ സ്വയം കുടിച്ച് അവൻ ദൈവമായതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ അക്രമത്തെ രൂപാന്തരപ്പെടുത്തി. അതാണ് ഈ കുരിശെന്ന് പറയുന്നത്. കുരിശിന്റെ ദൈവശാസ്ത്രം അതാണ്. ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന പുസ്തകത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ ഇതിന്റെ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. പലരും കയ്യിൽ ആ പുസ്തകം ഉണ്ടല്ലോ. ചുരുക്കത്തിൽ കുരിശ് എന്ന് പറയുന്നത് വെറും ഒരു കൊല്ലാനുള്ള ഉപകരണമല്ല, മറിച്ച് അത് രക്ഷയുടെ പ്രതീകം തന്നെയാണ്. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പറയുന്നത് ഇത് മിശിഹായുടെ അടയാളമാണെന്നാണ്. ആഗസ്തീനോസ് പറയുന്നത് ഇത് കർത്താവിന്റെ അടയാളമാണെന്നാണ്. ആഗസ്തീനോസ് വീണ്ടും പറയുന്നത് ക്രിസ്ത്യാനികളെ കുരിശിന്റെ ഭക്തർ എന്നാണ് വിളിച്ചിരുന്നത്, സ്ലീവായുടെ ഭക്തർ എന്നാണ് വിളിച്ചിരുന്നത്. കുരിശിന്റെ മതക്കാർ എന്നാണ് തേർട്ടുല്യൻ പറയണേ. ഇവരെല്ലാം സഭാപിതാക്കന്മാരെ നോക്കണേ. ഈ ആദ്യകാലങ്ങളിൽ സഭാപിതാക്കന്മാര് പറയാണ് മിശിഹായുടെ അടയാളമാണ് ഈ സ്ലീവ, കർത്താവിന്റെ അടയാളമാണ് കുരിശ്. ക്രിസ്ത്യാനികള് കുരിശിന്റെ ഭക്തരാണ്, കുരിശിന്റെ മതക്കാരാണ്. തേർട്ടുല്യം പറയണു ക്രിസ്ത്യാനികള് കുരിശിന്റെ മതക്കാരാണ്. അതുകൊണ്ട് കുരിശ് വരയ്ക്കരുത്, കുരിശ് പാടില്ല എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നവര് ക്രിസ്ത്യാനികളല്ല. അവർക്ക് എന്താണ് ക്രിസ്തുവെന്നോ, എന്താണ് കുരിശെന്നോ, എന്താണ് വചനമെന്നോ, എന്താണ് ഈ രഹസ്യങ്ങളുടെ അർത്ഥമെന്നോ അറിയില്ല. ചില വചനങ്ങൾ അവർ കാണാപാഠം പഠിച്ചിട്ടുണ്ട്, അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അവർക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ സഭാപിതാക്കന്മാരൊക്കെ വായിക്കണം. അവർക്കൊരു സഭാപിതാക്കന്മാരില്ലല്ലോ. അവര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ജനിച്ചു ഉണ്ടായെന്ന് പറയണേ. എന്നിട്ട് അവരാണ് സത്യക്രിസ്ത്യാനിയും സത്യസഭാനം പറഞ്ഞ് നടക്കുകയാണ്. എന്തായാലും ഉത്തരം പറയുക. ഇനി നമുക്ക് മാർത്തോമ സ്ലീവയിലേക്ക് വരാം. സ്ലീവ എന്ന വാക്കിന് തടിയെന്ന അർത്ഥമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട അർത്ഥം ക്രൂശിതൻ എന്നാണ്. കുരിശിലേറിയവൻ. ഒരാളെയാണ് സ്ലീവ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുരിശ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതൊരു തടിയാണ്. പക്ഷെ സ്ലീവ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. തടി എന്ന അർത്ഥമുണ്ട്, പക്ഷേ കുരിശിലേറിയവൻ. നമ്മുടെ പള്ളികളിലെ കപ്പ്യാരിമാരെ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സ്ലീവ കുരിശ് എടുക്കടാ. സ്ലീവ കുരിശ് അതെന്താണ്? തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശ്, അതാണ് സ്ലീവ കുരിശ്. അല്ലെങ്കിൽ സ്ലീവ എന്ന് മാത്രം പറഞ്ഞാലോ? സ്ലീവ എന്ന് മാത്രം പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. കുരിശിലേറിയവൻ, കുരിശ്. സ്ലീവ കുരിശ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കുരിശാണ്, അതായത് തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശ്. സ്ലീവയുണ്ട്, കുരിശുണ്ട്, അതാണ് സ്ലീവ കുരിശ്. സ്ലീവ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ക്രൂശിതനുള്ള ഇല്ലേ കുരിശ്. സ്ലീവ എന്ന വാക്കിന് ക്രൂശിതൻ, കുരിശിലേറിയവൻ, കുരിശിൽ മരിച്ചവൻ എന്നർത്ഥം. അതാണ് പ്രഥമമായ അർത്ഥം സ്ലീവ. അതുകൊണ്ട് നമ്മൾ കുരിശ് എന്നതിനേക്കാൾ സ്ലീവ എന്ന വാക്കാണ് സുറിയാനി ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുക. ക്രൂശിതൻ എന്ന അർത്ഥത്തിലാണ് സ്ലീവ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും, തടി എന്ന അർത്ഥത്തിലല്ല. പക്ഷെ തടിയും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യേശുവാണ് ക്രൂശിതൻ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭകളിലും ഈ കുരിശിനെ ഊറാൽ അണിയിക്കുന്ന കർമ്മമുണ്ട്. ഞാൻ കുരിശ് ഉപയോഗിക്കുകയാണ്. അച്ഛന്മാർ ഉപയോഗിക്കുന്ന ഊറാലുണ്ടല്ലോ, അതിങ്ങനെ കുരിശിനെ അണിയിക്കും, സവിശേഷമായി പെസഹക്കാലത്ത്. പാശ്ചാത്യ സഭയിലുണ്ട്, പൗരസ്ത്യ സഭകളിലാണ് തുടങ്ങിയത്, അതിപ്പോ പാശ്ചാത്യ സഭയിലുമുണ്ട്. അപ്പോൾ കുരിശനെ ഊറാല അണിയിക്കുന്നു. ഊറാറ എന്ന് പറഞ്ഞാല് ഊറാല എന്ന് പറയും. ഊറാറ എന്ന് പറഞ്ഞാല് പുരോഹിത വസ്ത്രമാണ്. യേശുവിന്റെ തോളില് ഒരു പ്രാർത്ഥന കുപ്പായം ഉണ്ടായിരുന്നു, അതിന്റെ ചെറിയ രൂപമാണ് ഈ ഊറാറ എന്ന് പറയുന്നത്. ആ ഊറാറ അത് കുരിശിൽ അണിയിക്കുന്നതിന് കാരണം ഈ സ്ലീവയെ ക്രൂശിതനായിട്ട് യേശുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഊറാർ അണിയിക്കുന്നത്, കുരിശിനെ ഊറാർ അണിയിക്കുന്നത്. മാർ സ്ലീവ എന്നാണ് ചിലപ്പോൾ വിളിക്കുക നമ്മൾ. മാർ സ്ലീവ. മാർ എന്ന് പറഞ്ഞാൽ ലോർഡ്, കർത്താവ്, കർത്താവായി യേശു. മാർ സ്ലീവ എന്ന് പറഞ്ഞാൽ
ക്രൂശിതനായ കർത്താവായ യേശു എന്നർത്ഥം. സ്ലീവ് എന്ന വാക്കിന് അതാണ് മാർ സ്ലീവ് എന്നാ പറയാ. മാർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരാളെ സൂചിപ്പിക്കാനാ. മാർ ജെയിംസ് പറയാറ്റിൽ അല്ലേ, അങ്ങനെയല്ല ആ വാക്ക്. അപ്പൊ മാർ എന്ന് പറഞ്ഞാല് ഈ ഒരാളെ ഉദ്ദേശിച്ചാണ്. മാർ സ്ലീവ എന്ന് പറയുമ്പോൾ കർത്താവായ ക്രൂശിതൻ, കർത്താവായ യേശു, ക്രൂശിതനായ കർത്താവ് എന്നാണ് അർത്ഥം. ഈ സ്ലീവ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. അതിനാൽ സ്ലീവ എന്ന് പറഞ്ഞാൽ മരമല്ല, മരത്തിലേറിയവനാണ്. സ്ലീവ നിങ്ങളെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ കാണുന്നത്. സ്ലീവ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. ആ സ്ലീവയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് ജീസസ് ദ നാസറൻ, യേസുസ് നസ്രേനുസ് റെക്സ് യദയോരം, ജീസസ് ദ നാസറൻ, കിങ് ഓഫ് ദ ജ്യൂസ്. അതിന്റെ ഹീബ്രുവിലും അത് എഴുതിയിരുന്നു, ലത്തീനിലും എഴുതിയിരുന്നു. ഹീബ്രുവിന്റെ ചുരുക്കരൂപം നോക്കുകയാണെങ്കിൽ യാഹ്വേ എന്ന് കിട്ടും. യാഹ്വേയായ കർത്താവ് ലോകം മുഴുവൻ ഭരിക്കുന്നു. സ്ലീവ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. ആ മരമല്ലല്ലോ, മരവും മരത്തിൽ കിടക്കുന്നവനും ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് അത് മുകളിൽ ഇൻട്രി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഇൻട്രി അപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഇൻട്രി INRI ആണ് ഇൻട്രി അപ്പം. സ്ലീവ നിങ്ങളെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. ആര്? ക്രൂശിതനായ കർത്താവ് എന്നർത്ഥം. ചുരുക്കത്തിൽ സ്ലീവ എന്ന വാക്കാണ് നമുക്ക് കൂടുതൽ ദൈവശാസ്ത്രപരമായി ആഴമുള്ളതും നമ്മൾ ഉപയോഗിച്ച് ശീലമുള്ളതും. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഒരുപാട് തെളിവുകൾ ഞാൻ മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? മൈലാപ്പൂരിലുള്ള ആ കബറിടവും ആ കബറിടത്തിന് മുകളിലുള്ള ബസിലിക്കയും. ലോകത്ത് ഒരു രാജ്യത്തും തോമസ് ലീഗയുടെ പേരിൽ ഒരു കബറിടമില്ല. അതിന് മുകളിൽ ഒരു ബസിലിക്കയുമില്ല. 3 അപ്പസ്തോലന്മാരുടെ കബറിടത്തിന് മുകളിലാണ് ബസിലിക്ക ഉള്ളത്. ഒന്ന് പത്രോസിന്റെ കബറിടം, പിന്നെ ഒന്ന് സ്പെയിനിൽ യാക്കോബിന്റെ. അത് യാക്കോബ് അവിടെ പോയി എന്നുള്ളതിനേക്കാളും അതിനുള്ള തെളിവുകളിന്റെ 10 ഇരട്ടി തെളിവുകളെങ്കിലും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നതിനുണ്ട്. യാക്കോബ് സ്പെയിനിൽ പോയി എന്ന് പറയുന്നതിന്റെ അതിനുള്ള തെളിവുകളുടെ 10 ഇരട്ടിയോ 15 ഇരട്ടിയോ 100 ഇരട്ടിയോ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നതിന് തെളിവുകളുണ്ട്. അങ്ങനെ തോമസ് ലീഗയുടെ പേരിൽ കബറിടം, തോമസ് ലീഗ മരിച്ച സ്ഥലത്ത് കബറിടം, അവിടെ ഒരു ബസിലിക്ക. ലോകത്ത് ഒരു രാജ്യത്തും തോമസ് ലീഗയുടെ പേരിൽ ഒരു കബറിടമില്ല, ഇന്ത്യയിലും അല്ലാതെ. അതാണ് ഏറ്റവും വലിയ തെളിവ്. അതൊരു ചെറിയൊരു തെളിവല്ലല്ലോ. പിന്നെ തോമസ് ലീഗയുടെ തലയോട്ടി ഗ്രീസില് പാത്മോസിലുണ്ട്. അസ്ഥി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനെല്ലാം കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത്. അപ്പൊ